ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. രാഹുൽ രൂപയുടെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചപ്പോൾ തന്നെ രൂപ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് രാഹുലിനെയാണ്. അപ്പോൾ രൂപ മനസ്സിൽ ചിന്തിക്കുകയാണ്, വരുന്നുണ്ട്. അകത്തേക്ക് കയറിയ രാഹുലിനോട് രൂപ ചോദിക്കുകയാണ്, എന്താ ഏട്ടാ? അപ്പോൾ രാഹുൽ, ഫോണിൽ കൂടി പറഞ്ഞാൽ മതിയായിരുന്നു, പിന്നെ നേരിട്ട് വന്ന് പറയാമെന്ന് കരുതി. എന്ത് പറ്റിയേട്ടാ? അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക, സരിയുവിനെ. നല്ല പെയിനുണ്ട്, മിക്കവാറും ഡെലിവറി നടന്നേക്കും. ഇനിയും 1 മാസം കഴിഞ്ഞല്ലേ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്? അതെ, പക്ഷേ ഇന്നത്തെ പോക്ക് കണ്ടിട്ട് അത് ഉടനെ നടക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ രാഹുൽ പറയാണ്, ഒരു കാരണവശാലും ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല രൂപേ. നിനക്ക് കുഞ്ഞുങ്ങളോട് പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ കാല് പിടിച്ച് പറയാം, നിനക്കറിയാവുന്ന ഡോക്ടേഴ്സാണല്ലോ ആ ഹോസ്പിറ്റലിലുള്ളത്, അവരെ വിളിച്ച് പറഞ്ഞാലും മതി. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയും നിനക്ക് മനസ്സിലായില്ലേ രൂപേ? ആ കുഞ്ഞ് ജനിച്ചോട്ടെ, പക്ഷേ ഒരു കാരണവശാലും അത് ജീവനോടെ ജനിക്കരുത്. ഇങ്ങനെ ഞാൻ ഡോക്ടറോട് വിളിച്ച് പറയണോ? ആ, പറയണം. നമ്മുടെ മക്കൾ ഒന്നിക്കണമെങ്കിൽ ആ കുഞ്ഞ് ജനിക്കാതിരിക്കണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ പറയില്ല. നിനക്കുണ്ടായ എല്ലാ തിരിച്ചടികളിലും കൂടെ നിന്നവനാ ഞാൻ. അങ്ങനെയുള്ള നിനക്ക് അതിന് പറ്റില്ലേ? രൂപ പറയാ, ഇതൊഴിച്ച് ഏട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതൊക്കെ ഞാൻ ചെയ്യാം. ഇതാണ് എനിക്ക് വേണ്ടത്. എന്തായാലും ശരി, ഈ ഒരു കാര്യത്തിൽ ഏട്ടൻ്റെ ആവശ്യം എനിക്ക് നിറവേറ്റിത്തരാൻ കഴിയില്ല. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എല്ലാവരും എന്നെ കൈവിടുക അല്ലേ? രൂപേ, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് തടസ്സമാണ് ഈ കുഞ്ഞ്. മാത്രമാണോ? ആ കുഞ്ഞിൻ്റെ അച്ഛനാരാ? കുഞ്ഞിൻ്റെ അച്ഛൻ മനോഹറാണെങ്കിലും അമ്മ സരിയുവാണ്. അവളുടെ കുഞ്ഞിനെ കൊല്ലുന്നത് അവൾക്ക് എന്തുമാത്രം വിഷമായിരിക്കും. ആ കുഞ്ഞിൻ്റെ ചരിത്രം അവൾക്ക് അറിയില്ലല്ലോ. അതറിയുമ്പോൾ ആ കുഞ്ഞ് പോയത് നന്നായി എന്നേ അവൾ പറയൂ. അത് കേട്ട് രൂപ പറയാണ്, അങ്ങനെ മക്കളെ നൊന്ത് പ്രസവിച്ച ഒരമ്മയും പറയില്ല. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വരരുത്. രാഹുലിന് ദേഷ്യം വന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. രാഹുൽ പിന്നെ രൂപയോട് സംസാരിക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോയി. കിരണും കല്യാണിയും രാവിലെ ഓട്ടത്തിന് പോയിട്ടാണുള്ളത്. അപ്പോൾ ഓടിക്കൊണ്ട് വരുന്ന സമയത്താണ് രൂപയെ കാണുന്നത്. അപ്പോൾ കല്യാണി പറയാണ്, ദേ നോക്കിയേ അതാരാണെന്ന്. അപ്പോൾ കിരൺ, അമ്മ. അമ്മയെ ഇപ്പോൾ രാവിലെ കാണാനേ ഇല്ലല്ലോ. രാവിലെ നല്ല തണുപ്പല്ലേ മോനെ, അതുകൊണ്ടാ വരാത്തത്. എന്നാൽ വൈകുന്നേരമെങ്കിലും ഒരു 3/4 മണിക്കൂർ നടക്കണം. രൂപ ആ കാര്യം പറയാണ് കല്യാണിയോടും കിരണിനോടും. ഇന്നലെ രാത്രിയിൽ എന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു, എൻ്റെ ആങ്ങള. അയാളുടെ ആവശ്യം വേറൊന്നുമല്ല, സരിയുവിൻ്റെ കുഞ്ഞിനെ കൊല്ലണം. എന്നിട്ട് പിന്നെ നിങ്ങളെ 2ആളെയും 2ആക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കിരണിനെയും സരിയുവിനെയും ഒന്നിപ്പിക്കാൻ. കല്യാണി അപ്പോൾ വിഷമത്തോടെ പറയാണ്, എത്ര കാലം കഴിഞ്ഞാലും അമ്മയുടെ ആങ്ങള നന്നാവുമെന്ന് തോന്നില്ലല്ലോ അമ്മേ. കിരൺ ചോദിക്കുകയാണ്, എന്നെയും സരിയുവിനെയും ഒന്നിപ്പിക്കാൻ അയാൾ ആരെയൊക്കെയാണ് കൊല്ലാൻ പോകുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ദയവും സ്നേഹവും ഒന്നുമില്ലാത്തവനോട് എന്ത് സംസാരിക്കാനാ മോനെ? എന്നെ അവൻ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഇത്രയും നാളായിട്ട് നടന്നിട്ടില്ലല്ലോ. അതിൻ്റെ നീരസവും സംശയവും ഒക്കെയുണ്ട്. അത് കേട്ട് കിരൺ പറയാണ്, അയാളെപ്പോലെ ഒരാൾ ജീവിച്ചിരിക്കാൻ പാടില്ല അമ്മേ. വേണമെങ്കിൽ അയാളുടെ മരുമോനെ കൊണ്ട് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാം. കല്യാണി പറയാണ്, ഹേയ്, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അയാൾ ഇനി മുതൽ അങ്ങോട്ട് എവിടെയും പോകാനുള്ളവനല്ല, ഇനി മുതൽ ജയിലിൽ കിടക്കാനുള്ളവനാ. ഞാൻ പറഞ്ഞില്ലേ, സരയുവിൻ്റെ കുഞ്ഞിനെ കൊല്ലണം, അതാണ് അവൻ്റെ ആവശ്യം. എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലിലാണല്ലോ സരയുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഡോക്ടറോട് സംസാരിക്കണം എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ട് കല്യാണി പറയാണ്, ജനിക്കുന്ന കുഞ്ഞിനെ കൊല്ലാനോ? അപ്പോൾ രൂപ, അവന് മനുഷ്യത്വം തീരെ തൊട്ട് തീണ്ടിയിട്ടില്ല, പിന്നെന്ത് ചെയ്യാനാ? അപ്പോൾ കിരൺ പറയാണ്, ആ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. എന്നാൽ അങ്ങനെ ഒരു രക്ഷപ്പെടൽ അവർ അർഹിക്കുന്നില്ല. എന്ന് മാത്രമല്ലല്ലോ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുഞ്ഞിനെ എന്തിനാ കൊല്ലാൻ നോക്കുന്നത്? രൂപ വീണ്ടും പറയാണ്, അവനെ പോലെ ഒരുത്തനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കൂടി പറ്റൂ. കിരൺ ചോദിക്കുകയാണ്, പ്രസവം നടക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണോ അമ്മേ? അതെ, ഏതാണ്ട് 8.5 മാസം ആയില്ലേ മോനെ. മിക്കവാറും ഡെലിവറി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്.
അപ്പോൾ കല്യാണി പറയാണ് അമ്മയുടെ അടുക്കൽ ശുപാർശയുമായി വന്നിട്ട് അത് നടന്നില്ല. ഇനി അയാൾ ഡോക്ടറെ സ്വാധീനിക്കുമോ? മനുഷ്യത്വമുള്ള ഡോക്ടർമാരൊന്നും ഇതിന് കൂട്ടുനിൽക്കില്ല. പിന്നെ പണത്തിന് മാത്രം ജോലി ചെയ്യുന്ന ചിലരുണ്ട്. അവർ പേഷ്യൻസിൻ്റെ ആവശ്യങ്ങൾ മാറ്റുന്നില്ലേ? അതുകൊണ്ട് പണം ഉണ്ടെങ്കിൽ ചിലരെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. ആ കുഞ്ഞ് മരിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുമ്പോൾ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. മനോഹറിൻ്റെ കുഞ്ഞിന് അവൾ ജന്മം നൽകിയേ പറ്റൂ കിരൺ. ആ കുഞ്ഞിനെ അവളും ബകാസുരനും അവൻ്റെ ഭാര്യയും ഒക്കെ തന്നെയാണ് വളർത്തേണ്ടത്. ദൈവം അവർക്കായി കരുതി വച്ചിരിക്കുന്ന ശിക്ഷയാണ്. ഒഴിവാക്കാൻ ഇനി അയാളെന്നല്ല ആര് വിചാരിച്ചാലും അത് നടക്കില്ല. ഷാരിയും മനോഹറും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹോസ്പിറ്റൽ ലേബർ റൂമിൻ്റെ അടുത്ത് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയാണ് ഷാരിയോട്, എന്നാലും ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ സരയുവിൻ്റെ അച്ഛൻ വന്നില്ലല്ലോ അമ്മേ. അയാൾ എന്തിനാ മോനെ വരുന്നത്? അയാൾക്ക് ഈ കുഞ്ഞ് ജനിക്കണം എന്ന് തന്നെ ഇല്ല. അതങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാതെ ജീവിയായിപ്പോയി. അയാൾ അവിടെ തന്നെ ഇരിക്കട്ടെ. ഈ ഹോസ്പിറ്റലിൽ ഒരാളുടെ അമ്മേ. അത് 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 പിന്നെ അന്ന് അമ്മയായിട്ടുള്ള പിടിവലിക്ക് ഇടയിൽ തലയ്ക്ക് ക്ഷതം പറ്റിയ ഒരാളുണ്ടല്ലോ, താര. അവളിവിടെ ഉണ്ട്. മനോഹർ പറയാണ് ഷാരിയോട്. അവൾ ഡിസ്ചാർജ് ആയില്ലേ? അതൊന്നും അറിയില്ല. ഇടയ്ക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നെ ഇവിടോട്ട് വരണ്ടായിരുന്നല്ലോ മോനെ. അതെന്ത് പറച്ചില്ല അമ്മേ. സരയു മരണവെപ്രാളത്തിൽ കരിയുകയല്ലായിരുന്നോ? അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുവരേണ്ടത്? അപ്പോഴാണ് ലേബർ റൂമിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വന്നത്. അപ്പോൾ മനോഹർ ചോദിക്കുകയാണ്, എന്തായി ഡോക്ടർ? അത് പിന്നെ മാസം തികയുന്നതിന് മുമ്പേ തന്നെ ഡെലിവറി നടത്തേണ്ടി വരുന്നാണ് തോന്നുന്നത്. എന്തായാലും 2-3 മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ടുള്ള വിവരം തരാം. ഞാൻ പറഞ്ഞില്ലേ മോനെ, അവളുടെ വേദന കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഉടൻ തന്നെ പ്രസവം നടക്കുമെന്ന്. മനോഹർ ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, എൻ്റെ ഭാര്യമാർ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജനിച്ച കുഞ്ഞ് അച്ഛനെ കാണുന്ന ചരിത്രമില്ല. ഇവിടെ ആ ചരിത്രം തിരുത്തി കുറിക്കേണ്ടി വരുമോ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഷാരി അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഷാരിയോട് പെട്ടെന്ന് ചോദിക്കുകയാണ്, മോളൂന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ അമ്മേ? മോൻ വിഷമിക്കാതെ, നമ്മളിങ്ങ് എത്തിയില്ലേ, ഇനി ഒന്നും പേടിക്കാനില്ല. അല്ല അമ്മേ, ആ സരയുവിൻ്റെ അമ്മ ആ താരയാണെന്ന് പറയുന്ന സ്ത്രീയാണെന്നല്ലേ പറയുന്നത്? ഇനിയിപ്പോൾ സരയുവിന് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് നമ്മളെ ശല്യം ചെയ്യാൻ വരുമോ? അല്ല, അത് ഞാൻ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അല്ല, അവരങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു സ്ത്രീ ആണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ ഷാരി പറയാണ്, അന്ന് കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ അവളെ തല്ലിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടായപ്പോൾ അവളുടെ തല പോയി ഇടിച്ചതാ. എന്നാൽ ഇപ്പം എനിക്ക് തോന്നുക അന്നത്തെ സംഭവത്തിൽ അവളങ്ങ് തീർന്നാൽ മതിയായിരുന്നു എന്ന്. അയ്യോ, അത് കഷ്ടമല്ലേ അമ്മേ. പിന്നെ എൻ്റെ മോൾ അവളുടെ മോളാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്, അതെനിക്ക് സഹിക്കുമോ മോനെ? ഇനിയിപ്പോൾ മോൻ പറഞ്ഞതുപോലെ കുഞ്ഞിനെ കാണാനായിട്ട് അവൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് മോനെ, മോൾക്ക് വലിയ കുഴപ്പമില്ലെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ നിന്ന് നമുക്ക് മാറാം. അയ്യോ, അത് പറ്റില്ല. എനിക്കെൻ്റെ മോളിൻ്റെ ഹെൽത്ത് നോക്കിയേ പറ്റൂ. അയ്യോ ദേ, ഇതൊരു നല്ല ഹോസ്പിറ്റലാണ്. വെറുതെ താര എന്ന് പറയുന്ന ആ സ്ത്രീയെ ഭയന്നിട്ട് സരയുവിനും കുഞ്ഞുവിനും ഒരാപത്തും വരുത്തി വെക്കണ്ട. മനോഹർ അത്രയും പറഞ്ഞതിന് ശേഷം ഷാരിയെ നോക്കിയിട്ട് ഷാരി അവനെ നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്ന് പറയാം. പിന്നെ കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. രാഹുൽ നേരെ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അടുത്തേക്കാണ് പോയത്. എന്നിട്ട് ഡോക്ടറോട് പറയാണ്, ഡോക്ടർ. വരണം സാർ. ഡോക്ടർ പറയാണ്, ഇരിക്കൂ. എന്നിട്ട് ഡോക്ടർ പറയാണ്, ഞാൻ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഡെലിവറി നടക്കുമോ? മിക്കവാറും. അത് കേട്ടപ്പോഴെന്താ ഒരു ടെൻഷൻ പോലെ? കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്നപ്പോഴേക്കും ആൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഡോക്ടറോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? എൻ്റെ മോൾക്കും ഭാര്യയ്ക്കും ഒന്നും അറിയാത്തൊരു കാര്യമാണ്. എൻ്റെ മരുമോൻ ഒരുത്തൻ അവിടെ നിൽപ്പുണ്ടല്ലോ, എൻ്റെ മോളോട് അമിതമായ സ്നേഹം കാണിച്ച്. അവൻ ആൾ ശരിയല്ല ഡോക്ടറെ. ശരിയല്ലെന്ന് പറഞ്ഞാൽ അവൻ ഈ ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തനാ. അത് അറിഞ്ഞു വെച്ചിട്ടാണോ മോളെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തത്? അവളുടെ മാരേജിൻ്റെ സമയത്തൊന്നും അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ. അവൻ നല്ല സ്വഭാവമുള്ള നല്ല കാശുള്ള പയ്യനെന്നാണ് എന്നൊക്കെയാണ് ഞങ്ങൾ കരുതിയത്. അത് ശരി. അപ്പം നിങ്ങളുടെ ഭാര്യയ്ക്കും മകൾക്കൊന്നും ഇത് അറിയത്തില്ല അല്ലേ? അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ഇനി ഞാനെന്ത് വേണമെന്നാണ് പറയുന്നത്? അവനെന്തായാലും എൻ്റെ മോളെ വിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അഥവാ വിട്ടു പോയില്ലെങ്കിലും അവർ തമ്മിൽ വേർപിരിഞ്ഞേ മതിയാവും. ഇതൊക്കെ നിങ്ങളുടെ ഭാര്യയോടും മകളോടും പറഞ്ഞുകൂടായിരുന്നോ?
അത് അങ്ങനെ പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അത് എന്താണെന്ന് ഡോക്ടറോട് എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങളീ പറയുന്നത്? പിന്നെ സ്വകാര്യമായിട്ട് രാഹുൽ പറയാണ്, ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ഡോക്ടർ ചോദിക്കുക, എന്തൊക്കെയാ സാറേ നിങ്ങളീ പറയുന്നത്? ഈ കുഞ്ഞിനെ കളയാൻ ഒരു കാരണവശാലും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഞാനത് ചെയ്യില്ല. ഡോക്ടർക്ക് ഞാനൊരു 10-15 ലക്ഷം രൂപ തരാം. അങ്ങനെയെങ്കിൽ ജനിക്കാൻ പാടില്ലാത്ത ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൈസ കേട്ടപ്പോൾ ഡോക്ടർ പറയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചോ? പക്ഷേ അനുകൂലമായൊരു തീരുമാനം എടുക്കണം. കുഞ്ഞ് ജനിച്ചാലും അത് അധികം നേരം ജീവിച്ചിരിക്കാൻ പാടില്ല. ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നായിരിക്കണം എൻ്റെ മരുമോനും അവൻ്റെ അമ്മായിയമ്മയും അറിയേണ്ടത്. ബോധം തെളിയുമ്പോൾ എൻ്റെ മോളും അത് അറിയും. അപ്പോൾ ഡോക്ടർ പറയാണ്, പ്രസവിച്ച അമ്മയ്ക്കത് ഭയങ്കര വിഷമായിരിക്കും. ആ വിഷമം സാവകാശം മാറിക്കോളും ഡോക്ടർ. ആ കുഞ്ഞിനെ എൻ്റെ മോൾക്ക് താലോലിക്കേണ്ടി വന്നാൽ അച്ഛനില്ലാത്ത കുഞ്ഞിനെ എനിക്ക് വളർത്തേണ്ടി വരും. കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ അതും തരാം. ഞാൻ പറഞ്ഞത് നടക്കണം. ശരി, ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേർന്ന കാര്യമല്ല ഇത്. എങ്കിലും ഞാൻ നോക്കാം. ശരി ഡോക്ടർ, അപ്പോൾ 15 ലക്ഷം ഫിക്സ് ചെയ്തു. അങ്ങനെ വാക്ക് ഉറപ്പിച്ചതിന് ശേഷം ഡോക്ടറുടെ അടുത്ത് നിന്നും രാഹുൽ എണീറ്റ് പോവുകയാണ്. പിന്നെ മനുവിനോട് ഷാരി പറയാണ്, മോനെ, ഇന്നലെ രാത്രി മുഴുവൻ മോൻ ഉറക്കമൊഴിച്ചതല്ലേ? മോൻ ഒരു കാര്യം ചെയ്യ്, മോൻ വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് ഫ്രഷായിട്ട് വന്നാൽ മതി. ഡെലിവറി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് ഞാനിവിടെ വേണ്ടേ? മോൻ വീട്ടിൽ പോയിട്ട് അയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്, സരയുവിൻ്റെ അച്ഛനെ. ഇങ്ങനെ ഒരു അച്ഛന്മാരുണ്ടാവുമോ? ഒരു സമയത്ത് എന്നേക്കാൾ ജീവനായിരുന്നു സരയുവിന്. എന്നിട്ട് അവൾക്കൊരു കുഞ്ഞ് ജനിക്കാറായപ്പോൾ മുങ്ങി നടക്കുക. പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ, ഇപ്പം അച്ഛൻ പഴയ ആളൊന്നുമല്ലല്ലോ. അപ്പോഴാണ് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മനോഹർ പറയാണ്, സ്നേഹമില്ലാതൊന്നും പറയണ്ട, അതേ അങ്ങോട്ട് നോക്കിയേ വരുന്നുണ്ട്. അപ്പോൾ അയാൾ അടുത്തെത്തിയപ്പോൾ ഷാരി പറയാണ്, ഇന്നലെ രാത്രി മോളിവിടെ അഡ്മിറ്റ് ആയതാ. എന്നിട്ട് ഈ നിമിഷം വരെ നിങ്ങളൊന്ന് വിളിച്ചോ? അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചോ? ഞാൻ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. ഇന്ന് ഏത് സമയത്തും പ്രസവം നടക്കും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. എന്നിട്ടാണോ നിങ്ങൾക്ക് ഇത്ര വലിയ സങ്കടം? ആ കുഞ്ഞ് എൻ്റെ മോളുടെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. ഇരിക്കാത്ത കുഞ്ഞിന് വേണ്ടി ഞാനെന്ത് ചെയ്യാനാ ഷാരി? എങ്കിലും കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കാലോ. പോഷകാംശമുള്ള ആഹാര സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ മനു പറയാണ്, ഞാനെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അമ്മേ. അതുകൊണ്ടായിരിക്കും അച്ഛൻ വേണ്ടാന്ന് വെച്ചത്. ഇടയ്ക്ക് ഞാൻ മോളെ പോയി കണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ വന്നായിരുന്നോ എന്ന്. പുറത്തുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലയെന്ന് പറഞ്ഞാൽ അവൾക്കത് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല. അവൾ ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങിച്ചു കൊടുത്തിരുന്ന പഴയ അച്ഛനല്ലല്ലോ ഇപ്പോഴത്തെ അച്ഛൻ. അതവൾക്കറിയാം. എങ്കിലും ഈ സമയത്ത് മകൾക്കരികിൽ നിൽക്കാത്ത അച്ഛന്മാരുണ്ടാവുമോ? ഓട്ടമ്മേ, തലക്ക് നേരിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മനു പറയാം. അതുകൊണ്ട് ചില സമയത്ത് പറയുന്നതും പ്രവർത്തിക്കുന്നതൊന്നും നമുക്ക് ദഹിച്ചു എന്ന് വരില്ല. പിന്നെ മനുവിനോട് രാഹുൽ പറയാണ്, നീ ഒന്ന് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഷാരി, അതെന്താ മോനോട് മാത്രമായിട്ട് സംസാരിക്കാനുള്ളത്? ഇനി ഡോക്ടർ മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ? അയ്യോ ഇല്ല, ഞാൻ മറ്റ് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് വരാൻ പറഞ്ഞത്. ഒന്ന് പോയിട്ട് വരാം അമ്മേ. അവർ നടന്ന് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് മനോഹർ പറയാണ്, എന്നെ എന്തിനാണ് തനിച്ച് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അറിയാലോ, ഒരു കാരണവശാലും ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. എൻ്റെ മോള് പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ അവൾക്ക് അച്ഛനില്ലാതെ കുഞ്ഞായി വളർത്തേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഈ നാട്ടിൽ എൻ്റേതായ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അച്ഛനില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെ എൻ്റെ ഭാര്യയായിട്ട് വന്നവർ വളർത്തുന്നുമുണ്ട്. ചിലരൊക്കെ രണ്ടാമത് കെട്ടി കുഞ്ഞുങ്ങൾക്ക് രണ്ടാനച്ഛനെ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ വഴികൾ ഒരുപാട് മുന്നിൽ കിടക്കുമ്പോൾ എന്തിനാണിങ്ങനെ ഒരു കുഞ്ഞിനെ കൊല്ലുന്നത്? എടാ, നിന്നെ ഇപ്പോഴും ജീവന് തുല്യം സ്നേഹിക്കുക എൻ്റെ മോള്. അതിപ്പോൾ അവളെന്നല്ല, ഞാൻ കല്യാണം കഴിച്ച എല്ലാ പെൺകുട്ടികൾക്കും ഞാൻ അവൾമാരെ വിട്ടുപിരിഞ്ഞ് പോരുന്നത് വരെ എന്നെ അവർക്ക് ജീവനായിരുന്നു. എന്ന് വെച്ചാൽ അത് വെറുതെയല്ല, അതുപോലെയാ ഒന്നിച്ചുള്ളപ്പോൾ അവളുമാർക്കൊക്കെ ഞാൻ സ്നേഹം കൊടുത്തിട്ടുള്ളത്. ഇപ്പം തന്നെ സരയുവിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്കെന്നെ കുറ്റം പറയാൻ പറ്റുന്നുണ്ടോ? അതിന് നിങ്ങളുടെ മോള് സമ്മതിക്കുന്നുണ്ടോ? രാഹുൽ പറയാ, എടാ, നിന്നെപ്പോലെ ഒരു കുറുക്കനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മൃഗം അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് കഴുതപ്പുലി.
ഒരുപാട് വേസ്റ്റ് തിന്ന് ജീവിക്കുന്നത് കൊണ്ട് സിംഹങ്ങൾ അതിനെ കൊന്നാലും തിന്നാറില്ല. അങ്ങനെ ഒരു കഴുതപ്പുലിയുള്ള കാട്ടിലേക്കാണ് ഈ കുറുക്കൻ വന്നത്. രാഹുൽ ചോദിക്കുക, എന്നെ നീ കഴുതപ്പുലിയാക്കണോ? പിന്നെ അല്ലാതെ. മോള് പ്രസവിക്കുന്നതും കാത്തു ഒരു അമ്മ ലേബർ റൂമിൽ അരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ അമ്മയ്ക്കറിയില്ല അകത്ത് കിടക്കുന്നത് സ്വന്തം മകളല്ല എന്ന്. അവളുടെ സ്വന്തം അമ്മയും ഈ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അതും കൂടി കേട്ടപ്പോൾ രാഹുൽ ഞെട്ടുകയാണ്. രാഹുൽ ആദ്യം അറിയില്ല താര അവിടെയാണ് ഉള്ളതെന്ന്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് ഞാൻ വരുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.